എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. നിങ്ങളെല്ലാവരും സുരക്ഷിതരാണെന്നും വിശ്വസിക്കുന്നു. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഇൻസ്റ്റന്റ് ആയിട്ടുള്ള അതേസമയം റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ഒരു ഓണിയൻ ചട്നിയുടെ റെസിപ്പി ആയിട്ടാണ്. നമ്മൾ ഇഡ്ലിയുടെയും ദോശയുടെയും കൂടെ കഴിക്കാൻ പറ്റുന്ന സൂപ്പർ ആയിട്ടുള്ള ഒരു ചട്നി. അപ്പോൾ ഈ റെസിപ്പിക്ക് വേണ്ടി ഞാൻ കുറേ നാളുകളായിട്ട് ഇങ്ങനെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. കാരണം ഞാനിവിടെ റെസ്റ്റോറൻറ്റിലൊക്കെ പോകുമ്പോൾ, പ്രത്യേകിച്ചും തമിഴ്നാട് റെസ്റ്റോറൻറ്റിലൊക്കെ നമ്മൾ പോകുമ്പോൾ ഈ ചട്നി കഴിക്കാറുണ്ട്. പക്ഷെ എനിക്ക് അത്ര അങ്ങോട്ട് ഞാൻ കുറേ ട്രൈ ചെയ്തിട്ടും ആ പെർഫെക്റ്റ് ടേസ്റ്റ് വരുന്നുണ്ടായിരുന്നില്ല. അപ്പോഴാണ് ഞാൻ വെങ്കടേഷ് ഭട്ട് സാറിന്റെ ഒരു വീഡിയോ കാണാനിടയായത്. അതിൻ്റെതായ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി തയ്യാറാക്കി നോക്കിയപ്പോൾ സൂപ്പർ ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ചട്നി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും തയ്യാറാക്കി നോക്കുക. അതിനുശേഷം അഭിപ്രായം പറയാൻ മറക്കരുത്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം തയ്യാറാക്കിയിട്ടുണ്ടായിരുന്ന ഇൻസ്റ്റന്റ് ആയിട്ടുള്ള സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പിസ്സ ദോശ ഒരുപാട് പേര് തയ്യാറാക്കിയിട്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഫോട്ടോസൊക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് അറിഞ്ഞാൽ ഒരുപാട് സന്തോഷം. അപ്പോൾ അത് തയ്യാറാക്കി നോക്കാത്തവര് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഒട്ടും ആവശ്യമുണ്ട്. നമുക്ക് ഇങ്ങനെയാണ് ടേസ്റ്റി ആയിട്ടുള്ള സൂപ്പർ ഈസി ആയിട്ടുള്ള ഓണിയൻ ചട്നി തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ചട്ടപ്പെടാനൊരു ചട്നി ഉണ്ടാക്കാം. ഇപ്പോൾ ഇത് ഇഡ്ഡലിക്കും ദോശയ്ക്കും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള അതേസമയം സൂപ്പർ ഈസി ആയിട്ടുള്ളൊരു ചട്നിയാണ്. അപ്പോൾ ഇതിൻ്റെ വേറൊരു വേർഷൻ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ മുളക് ബജിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു ചട്നി. ഇത് കുറച്ച് വ്യത്യാസമുണ്ട്. അതിനുവേണ്ടി ഞാനിവിടെ 2 സവാള എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസും ഒരു ചെറിയ സവാളയും. കാരണം എനിക്ക് കുറച്ച് ക്വാണ്ടിറ്റി ചട്നി മതി. പക്ഷേ അതേസമയം നിങ്ങൾക്ക് കൂടുതൽ ക്വാണ്ടിറ്റി വേണമെന്നുണ്ടെങ്കിൽ സവാളയുടെ എണ്ണം കൂട്ടി കൊടുത്തോളൂ കേട്ടോ. അപ്പോൾ നമുക്കൊരു മിക്സിയുടെ വലിയ ജാർ എടുക്കുക. അതിലോട്ട് ഈ സവാള നമുക്ക് അരിഞ്ഞിടാം. അപ്പോൾ 2 സവാള. ചെറിയുള്ളി വേണ്ട, സവാള തന്നെ വേണം. ചെറിയുള്ളിക്ക് ഒരുപാട് എരിവ് കൂടുതലായിരിക്കും. ഇനി ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് മുളകാണ്. ഞാനിവിടെ 2 തരത്തിലുള്ള മുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. അതായത് ഇത് നല്ല എരിവുള്ള വറ്റൽ മുളക്, ഇത് എരിവില്ലാത്ത കാശ്മീരി മുളക്. അത് രണ്ടും ഞാൻ വാഷ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ കാശ്മീരി മുളക് ഇടുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചട്നിക്ക് നല്ലൊരു കളർ കിട്ടും. അപ്പോൾ അത് ഞാനൊരു 4 കാശ്മീരി മുളക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. 4 കാശ്മീരി മുളക്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് കാശ്മീരി മുളക് ഇല്ലെങ്കിൽ സാധാരണ മുളക് ഇടാം. അതുപോലെ തന്നെ 2 വറ്റൽ മുളക് കൂടെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ വറ്റൽ മുളക് ഇടുമ്പോഴാണ് നല്ല എരിവ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് മുളകിൻ്റെ എണ്ണയൊക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചും സ്പൈസ് ലെവൽ അനുസരിച്ചും മാറ്റം വരുത്തിക്കൊള്ളണം. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പുളിയാണ്. ഞാനിവിടെ സാമ്പാർ പുളി എടുത്തിട്ടുണ്ട്. പുളിയുടെ അളവും ഡിപ്പെൻസ്. ഇപ്പോൾ ഇത് കുരുവൊന്നും ഇല്ലാത്ത പുളിയാണ്, അതുകൊണ്ട് ഇതേപോലെ തന്നെയാണ് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അതേസമയം കുരുവുള്ള പുളിയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് കുരു മാറ്റിയതിന് ശേഷം വേണമെങ്കിൽ വെള്ളത്തിലിട്ടിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്താലും മതി, പുളിവെള്ളം ഒഴിച്ചു കൊടുത്താലും മതി. പക്ഷെ ഞാൻ ഇതുപോലെ പുളിയായിട്ട് തന്നെയാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം ഒരുപാട് പുളി ഇടണ്ട, ചെറിയൊരു പീസ് ഇട്ട് കൊടുത്ത് നോക്കുക. എന്നിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം എക്സ്ട്രാ ചേർത്ത് കൊടുത്താൽ മതി. പുളി കൂടി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചമ്മന്തിയിൽ വീണ്ടും സവാള ആഡ് ചെയ്യേണ്ടി വരും, പിന്നെ ഇരട്ടിപ്പണിയാവും. അതുകൊണ്ട് കുറച്ച് പുളി നമുക്ക് ആദ്യം ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് 2 കറിവേപ്പിലയാണ്. അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പെല്ലാം നമുക്ക് നോക്കി കണ്ടും ഇട്ട് കൊടുക്കണം. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ സാധാരണ രീതിയിൽ ഇതിപ്പോൾ ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഓണിയൻ ചട്നിയാണ്. റെസ്റ്റോറൻറ്റിലൊക്കെ അവർ ജാഗരി, അതായത് ശർക്കരയാണ് ഇടാറുള്ളത്. ഒരുപാട് ശർക്കര ചേർക്കും. പക്ഷേ ഞാനത് ആ രീതിയിൽ ഉണ്ടാക്കി നോക്കിയപ്പോൾ ഇവിടെ ആരും കഴിച്ചില്ല. അതുകൊണ്ട് ഞാൻ ഒരല്പം മാത്രം പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്, ഒരു നുള്ളു പഞ്ചസാര. പക്ഷേ നിങ്ങൾക്ക് വേണമെങ്കിൽ ശർക്കര ചേർത്ത് കൊടുക്കാം, അതല്ലെങ്കിൽ രണ്ടും ചേർക്കാതിരിക്കുകയും ചെയ്യാം. അപ്പോൾ അത് ഡിപ്പെൻസ് കേട്ടോ, നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം. പിന്നെ അവസാനമായിട്ട് ഞാൻ എനിക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 3 ടേബിൾ സ്പൂണോളം ചിരകിയ തേങ്ങ അല്ലെങ്കിൽ തേങ്ങയുടെ കഷ്ണമായാലും മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് നല്ല മഷി പോലെ നമുക്കിത് അരച്ച് കൊണ്ടുവരാം. അപ്പോൾ ഒരുപാട് വെള്ളം ആദ്യം തന്നെ ചേർത്ത് കൊടുക്കരുത്. കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്ത് അരച്ച് നോക്കുക. എന്നിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം എക്സ്ട്രാ വെള്ളം ചേർത്ത് കൊടുക്കുക. ഒരുപാട് വെള്ളം നമ്മൾ ചേർത്ത് അരയ്ക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നന്നായി അരഞ്ഞ് കിട്ടില്ല. അതുകൊണ്ടാണ് വെള്ളത്തിൻ്റെ അളവ് എപ്പോഴും ശ്രദ്ധിക്കണമെന്ന് പറയുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 1/4 ഗ്ലാസോളം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ല മഷി പോലെ അരച്ചിട്ട് ഞാൻ കൊണ്ടുവരാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ നല്ല ഫൈനായിട്ട് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാനിതിൻ്റെ ടേസ്റ്റ് നോക്കിയപ്പോൾ പുളി കുറവാണ്. അപ്പോൾ ഞാൻ അല്പം കൂടെ പുളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ നോക്കുക. പിന്നെ ഒരുപാട് വെള്ളം ഒഴിക്കാൻ പാടില്ലെന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സവാളയിൽ അത്യാവശ്യം വെള്ളമുണ്ട്. അപ്പോൾ ഒരുപാട് വെള്ളം നമ്മൾ ആദ്യമേ ഒഴിക്കണമെങ്കിൽ ഇതിൻ്റെ കൺസിസ്റ്റൻസി തന്നെ വേറെ രീതിയിലായിട്ട് മാറും. അതുകൊണ്ട് പുളി കുറവുള്ള കാരണം ഞാൻ കുറച്ചും കൂടെ പുളി ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ കുറച്ച് ഉപ്പും കുറവാണ്, അതുകൊണ്ട് ഉപ്പും ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ വേറൊരു കാര്യം ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ മുളക് ജസ്റ്റ് ഒന്ന്
റോസ്റ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഇതിലേക്ക് താളിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ റോ ടേസ്റ്റ് ഒക്കെ മാറിക്കിട്ടും. പക്ഷേ എങ്കിൽ പോലും നിങ്ങൾക്ക് അങ്ങനെ താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ ഈ മുളക് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ആ മുളകിൻ്റെ കുത്തുരസം ഉണ്ടാവില്ല. അതുപോലെ തന്നെ സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ സവാളയും വെറുതെ ഒന്ന് വാട്ടിക്കോളൂ. പക്ഷെ അപ്പോൾ ഇരട്ടിപ്പണിയാവും. നമ്മൾ ഇൻസ്റ്റന്റ് എന്ന് പറയുന്നത് പറയാൻ പറ്റില്ല. എനിക്ക് പക്ഷേ ദോശയൊക്കെ റെഡിയാക്കുന്ന സമയത്ത് നിമിഷ നേരം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ചട്നിയാണിത്. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ഒരു നുള്ളും കൂടെ പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ അല്ലെങ്കിൽ ശർക്കര കേട്ടോ, അല്ലെങ്കിൽ ഒന്നും വേണ്ട. വീണ്ടും നന്നായിട്ട് അരച്ചിട്ട് കൊണ്ടുവരാം. അതാ ഇപ്പം ഞാനിപ്പോൾ അത് ചേർത്തിട്ട് നന്നായിട്ട് അരച്ച് കൊണ്ടുവന്നിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. അതേസമയം നിങ്ങൾക്ക് ഇതിനേക്കാളും ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഇതിലെല്ലാം പെർഫെക്റ്റ് ആയിട്ടുണ്ട്. പുളിയും ഉപ്പും എരിവും എല്ലാം ചെറിയൊരു മധുരം ഒക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് ഇരിപ്പുണ്ട്. ഇതിന് നമുക്കൊന്ന് കാച്ചിയെടുക്കണം. അപ്പോൾ ഞാനൊരു സോസ്പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ എപ്പോഴും ഇതുപോലെ തമിഴ്നാട് സ്റ്റൈലിലുള്ള ചട്നീസൊക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നല്ലെണ്ണയാണ് ഉപയോഗിക്കാറുള്ളത്. അതേസമയം നിങ്ങൾക്ക് വെളിച്ചെണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഞാനിതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ്. എണ്ണ ഒന്ന് ചൂടാവട്ടെ. നമ്മൾ എണ്ണ ചൂടായിട്ടുണ്ട്. അതിലോട്ട് 1/2 ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് നിർബന്ധമൊന്നുമില്ല, പക്ഷേ റെസ്റ്റോറൻറ്റിൽ ഒരു ഉഴുന്നുപരിപ്പ് ഇടാറുണ്ട്. ഒരു വറ്റൽമുളക് ചെറുതാക്കി മുറിച്ചത്, അതുപോലെ തന്നെ അവസാനമായിട്ട് കുറച്ച് കറിവേപ്പില. കടുക് താളിച്ചത് നമ്മുടെ ചമ്മന്തിയിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യുക. ഈ ചൂട് എണ്ണ ഈ ചമ്മന്തിയിൽ വരുമ്പോൾ ഈ പച്ചമുളകൊക്കെ മാറിക്കോളും. അതുകൊണ്ടാണ് ഇച്ചിരി അധികം ഓയിൽ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ എണ്ണ കുറവ് മതിയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ മുളകും സവാളയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിക്കോളൂ കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് ഒരിച്ചിരി എണ്ണയിൽ കാച്ചൊഴിക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പണി എളുപ്പമായിരിക്കും, ടേസ്റ്റും ഗംഭീരമായിരിക്കും. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഈസി ആയിട്ടുള്ള ഓണിയൻ ചട്നി. എല്ലാവരും തയ്യാറാക്കി നോക്കുക. ഞാനിപ്പോൾ ഇത് സെർവ് ചെയ്യാൻ പോകുന്നത് ഓട്സ് ഇഡ്ലിയുടെ കൂടെയാണ്. ഇത് ഞാൻ ഫോട്ടോയിൽ എടുത്തതിന് ശേഷം ഓട്സ് ഇഡ്ലിയുടെ കൂടെ കഴിക്കാം. ഓക്കെ, ഇതാ അപ്പോൾ നമ്മുടെ ചട്നി ഫോട്ടോയിൽ എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെർവ് ചെയ്യാൻ പോകുന്നത് ഓട്സ് ഇഡ്ലിയുടെ കൂടെയാണ്. അപ്പോൾ ഓട്സ് ഇഡ്ലിയുടെ കൂടെ എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല സ്പൈസി ആയിട്ടുള്ള ചെറിയ പുളിയൊക്കെ ഉള്ള ചട്നിയാണ്. നല്ല അടിപൊളിയായിട്ട് ഉണ്ടാവുക. നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ ഒരു പിടി പിടിക്കാൻ പോവാണ് കേട്ടോ. ഞാൻ ഒരു വായ കഴിച്ച് നോക്കട്ടെ. എല്ലാം നന്നായിട്ട് മുക്കിയെടുത്തോളൂ ചട്നിയിൽ. അപ്പോഴാണ് അടിപൊളി ടേസ്റ്റ് ആയിട്ടുണ്ടാവുക. അരെ വാ, പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ കോമ്പിനേഷൻ. ഇതിൽ അത്യാവശ്യം പുളിയും എരിവും ഒക്കെ ഉണ്ട്. അതേസമയം ഓട്സ് ഇഡ്ലി എന്ന് പറയുമ്പോൾ അറിയാലോ ഭയങ്കര ഹെൽത്തിയാണ്. അപ്പോൾ രണ്ടും കൂടി സൂപ്പർ ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. അതിനുശേഷം അഭിപ്രായം പറയാൻ മറക്കരുത്. അതുപോലെ തന്നെ എല്ലാ ആഴ്ചയിലും 3 വീഡിയോസ് ഞാൻ ഇടുന്നുണ്ട്. അതും കൂടാതെ ഒരു ഫാമിലി വ്ളോഗും. അപ്പം മൊത്തം 4 വീഡിയോസാണ് വീക്കിലി ഇടുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസ് കാണാം, നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു. കൊച്ചുങ്ങളെ പോലെയാണ് ഓരോരോ പൂതികൾ. എന്ത് സംഭവം എന്നറിയോ? എന്നോട് ഒരാൾക്ക് റസ്ക് കഴിക്കാൻ മോഹെന്ന് പറഞ്ഞു. അപ്പോൾ ബ്രെഡ് എടുത്തിട്ട് റസ്ക് ആക്കി കൊടുത്തു. എന്നിട്ട് പാല് മുക്കി കഴിക്കുന്നു. കുഞ്ഞാവ കുഞ്ഞാവടെ ഞാനേ എന്റെ ബാല്യകാലത്തിൽ കണ്ട സിനിമയൊക്കെ കണ്ടപ്പോ എനിക്കിങ്ങനെ. ബാല്യകാലത്തിൽ കണ്ട എന്ത് സിനിമ? എക്സ്ട്രാ ടെറസ്ട്രിയൽ. അശോ, ബോബനും മോളിയൊന്നും അല്ലല്ലോ. ഞങ്ങളും ചെറുപ്പത്തിൽ ബോബനും മോളും സിനിമ ഉണ്ടായിരുന്നില്ല. സിനിമ ഉണ്ടായിരുന്നില്ല, സമ്മതിച്ചു. കുട്ടിക്കാത്തുണ്ടായിരുന്നു. അതന്നെ ഉദ്ദേശിച്ചത്. അപ്പോൾ ഹായിൽ വന്നത് ഇപ്പോൾ ബോബനും മോളി. കാരണം ബോബനും മോളി എന്ന് പറഞ്ഞാൽ എനിക്ക് പ്രിയപ്പെട്ട 2 കഥാപാത്രങ്ങളായിരുന്നു. ഇപ്പോഴും എനിക്ക് ഭയങ്കര ഇഷ്ടം. എനിക്ക് പൂമ്പാറ്റയും ബാലരമയും ബാലമംഗളം ഒക്കെ വായിക്കാൻ ഇപ്പോഴും ഭയങ്കര ഇഷ്ടമാണ്. ഈ കാണുന്നവർ ആർക്കെങ്കിലും ഇഷ്ടമാണോ? ഒന്ന് കൈവക്കിക്കേ, കമൻറ്റ് ഇട്ടു കേട്ടോ. എനിക്ക് ഇതേപോലത്തെ ഒരു വലിയ താഴത്തെ ഒരു കള്ളിയില്ലേ, ഫുൾ നിറച്ച് പൂമ്പാറ്റയും ബാലരമയും ബാലമംഗളവും അമർചിത്രകഥയൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് അമർചിത്രകഥയോട് പണ്ട് എന്ത് ഇഷ്ടമുണ്ടായിരുന്നില്ല. എനിക്ക് അമർചിത്രകഥ ഇഷ്ടമായിരുന്നു. പിന്നെ റഷ്യന്ന് വന്ന മിഷ ഉണ്ടായിരുന്നു. മിഷ